അപ്പോൾ ഈ പഴംപൊരിക്ക് ബില്ല് നീ കൊടുക്കും. അളിയ പ്രിയ കൂടെ ഏതാടാ ജിവിട്ട്? ചേട്ടാ 2 5 സ്റ്റാർ. 5 സ്റ്റാറാ? എനിക്ക് സ്നിക്കേഴ്സ് മതി. ചേച്ചി വലിയച്ഛനുമാരി ഇങ്ങനെ ഇച്ചാവല്ലേട്ടാ. ഓഹോ, നീ വേണേ കഴിച്ചോ. ഹായ് പ്രിയ. ഹായ്, ഇതാരെ ബ്രദറാണോ? ആ, എൻ്റെ കസിൻ ബ്രദറാ ആദി. ആദിക്കുട്ടാ, ചേച്ചിക്ക് തരും ചോക്ലേറ്റ്. ചോക്ലേറ്റ് മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ എന്തിനാടി നീ സ്കൂളിൽ വരണേ? ഇതാരതിനും പിടിച്ചോണ്ടപ്പം നടന്ന് നീ ഇങ്ങനെ ഇച്ചാവല്ലേട്ടാ. എന്നാ പോട്ടെ ചേച്ചി. ചെക്കനാണ് കൊള്ളാലോ, ഇവനെ കയ്യിലെടുക്കണം. വഴി ഉണ്ടാക്കാം, നീ ട്രൈ ചെയ്ത് നോക്ക്. ഫ്രീ പീരീഡ് അല്ലേ? ഞാൻ പോയി റിപ്പോർട്ട് ചെയ്താലോ? ഒന്ന് പോടാ കോപ്പേ, എന്നിട്ട് വേണം തള്ളു ഷുബു വന്ന് വെറുപ്പിക്കാൻ. ഓ, പറഞ്ഞു തീർന്നില്ല, ദേ വന്ന് മാറണം. ആ കേറ്. സാറിതെങ്ങോട്ടാണ്? ഇത് ഫ്രീ പീരീഡ് ആണ്, എനിക്ക് ക്ലാസ് എടുക്കണം. ഈ ഫ്രീ പീരീഡ് എന്ന് പറഞ്ഞാൽ കണക്ക് പീരീഡ് നല്ല അർത്ഥം. ചില കണക്ക് മാഷന്മാരുണ്ട് ഫ്രീ പീരീഡ് കണ്ട ഉണ്ണിമേരിന് കിട്ടിയ TG രവിന്റെ അവസ്ഥ. എനിക്ക് പോഷൻ തീർക്കണം. എനിക്കും മാഷെ, ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും. ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിലേ മക്കൾക്ക് പറഞ്ഞാൽ തലേ കയറും. സാറിന് പോയേ, ഞാൻ പ്രിൻസിപ്പാൾ പറഞ്ഞിട്ട് വന്നാ. എന്നാൽ ആ പ്രിൻസിപ്പാളിനോട് പറഞ്ഞേക്ക് ഞാൻ എന്റെ പിള്ളേരും ഗ്രൗണ്ടിൽ കാണും. Come on, boys. എന്റെ വർക്കിന്റെ കാര്യത്തിൽ ഞാൻ വളരെ സ്ട്രിക്റ്റാ. അമ്മേ കസ്റ്റി, അയ്യോ. റോഷ, സ്നിക്കേഴ്സ് വർക്കൗട്ടായി. റോഷന്റെ ആരാ സ്നിക്കേഴ്സ് കമ്പനിയിൽ വർക്ക് ചെയ്യണേ? ആരും വർക്ക് ചെയ്യാനല്ലോ. പിന്നെ എന്തിനാ എൻ്റെ അനിയന് ഫ്രീ ആയിട്ട് സ്നിക്കേഴ്സ് വാങ്ങിക്കൊടുത്തത്? നിന്റെ അനിയനെ പിന്നെ വേറെ ആരുടെ അനിയനെ ഞാൻ മേടിച്ചു കൊടുക്കും? എൻ്റെ അനിയന് മിഠായി വേണമെങ്കിലേ ഞാൻ വാങ്ങിക്കൊടുത്തോളാം. ഇനി മതി ചീപ്പ് പരിപാടിയായിട്ട് എൻ്റെ അടുത്തേക്ക് വരല്ലേ. ഹലോ പ്രിയ, വലിയ മാസ് ഡയലോഗ് അടിച്ച് പോയതാണല്ലോ. എന്തേ? ഞാനേ നിന്റെ അനിയന് 3 സ്നീക്കേഴ്സ് കൊടുത്ത്, ഇതിലാകെ 2 ആണല്ലോ. ബാക്കി പറഞ്ഞ നീ എപ്പോ തരും? ഞാനേ അവനോട് ചോദിക്കട്ടെ. പിന്നെ ഒരു സ്നിക്കേഴ്സ് അല്ലേ, തരാ. കിടന്ന് ചാവണ്ട കേട്ടോ. തരണേ. ഈയിടെ ഈ സ്നിക്കേഴ്സിലെങ്ങും ഒരു കാര്യമില്ല. നമ്മൾ കൊടുക്കുന്ന ട്രിക്സ് പോലെ ഇരിക്കും അതിന്റെ റിസൾട്ടും. ഞാൻ സനേനെ സെറ്റാക്കാൻ വെച്ചേക്കുന്നതിലെ 2-3 ട്രിക്സ് നിനക്ക് പറഞ്ഞു തരാം. കൊണ്ടുപോയി പ്രിയയുടെ അടുത്ത് പ്രയോഗിക്ക്, സംഭവം സെറ്റാകും. നീ ഇങ്ങനെ ഓരോ ട്രിക്സ് ആയിട്ട് ചെല്ലുമ്പോഴേക്കും മാത്യു അവളെ സെറ്റ് ആക്കിണ്ടാവും. മാത്യുവാ? ആ, നമ്മുടെ ഗോപുവിന്റെ കൂടെ നടക്കണ മാത്യു. പഠിപ്പിച്ചിട്ട് പ്രേമോ പോടാ. വിശ്വാസമില്ലെങ്കിൽ നീ വേണമെങ്കിൽ ഗാദിയോട് വിളിച്ചു ചോദിച്ചു. ഹലോ ഹലോ ഗാദ, പവനാണേ. ആ പവന പറയടാ. ആ മാത്യു നമ്മുടെ സനയുടെ പിന്നാലെ നടക്കുന്നുണ്ടോ? മാത്യു? ആ, അവൻ വന്ന് അവളുടെ പേരൊക്കെ ചോദിച്ചായിരുന്നു. എന്തിന്? അവൻ അവളെ കണ്ടപ്പോ തന്നെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അടിച്ചെന്നാ പറഞ്ഞ്. അവനോട് മര്യാദ നിർത്തിക്കോളാൻ പറ. ഇല്ലേ എല്ലാത്തിനും ഞാൻ എടാ നീ ചുമ്മാ അലമ്പുണ്ടാക്കാതെ, നമുക്കതൊക്കെ സെറ്റ് ചെയ്യാന്നേ. I am a terror, ഗാദ, I am a terror. ചോരപ്പുഴ ഒഴുക്കരുതെന്ന് അവന്മാരോട് പറയണം. ഇവൻ എന്താ ഭ്രാന്തായ എന്നോട് ചൂടാവാൻ? That means acceleration equal to force by mass. Excuse me, madam. Yes. May I come in? Yes, come in.
മാഡം ഇത് ആനുവൽ ഡേയുടെ ഇൻവിറ്റേഷൻ ആണ്. അയ്യോ ആളല്ല ഇത്. വിക്കി. Yes, sir. ഡിയർ സ്റ്റുഡൻസ്, ഈ വരുന്ന 30-ാം തീയതി നമ്മുടെ സ്കൂളിലെ ആനുവൽ ഡേ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും നിറഞ്ഞ പങ്കാളിത്തം ഉണ്ടായിരിക്കണം. ഉണ്ടാവില്ലേ? പിന്നെ വേറൊരു പ്രധാന കാര്യം, എൻ്റെ ഏറ്റവും പുതിയ ഭക്തിഗാന ആൽബം ഗാഗുൽത്താൻ മലയിലെ വിലാപം ഓഫീസിൽ ലഭ്യമാണ്. എല്ലാവരും അത് നിർബന്ധമായി വാങ്ങിക്കണം. വാങ്ങിച്ചാൽ മാത്രം പോരെ സാറേ, കേൾക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. എന്റെ കൊച്ചെ, അതിന് സംഗീതബോധം വേണം. സംഗീതബോധം. സാറേ ഇവള് നന്നായി പാടും. എന്നാ എന്റെ മോളൊന്ന് വന്ന് പാടിക്കേ. പാടല്ലേ? പറഞ്ഞു കേട്ടില്ലേ? വന്ന് പാട്. കമോൺ കമോൺ. ഇത് ഞാൻ പൊളിക്കും. മിസ് അവരെ കൂടെ വിളിച്ചോട്ടെ. വിളിച്ചോ. പവന വാ വാ. ഞാനാ സാർ അവരും കൂടെ വന്നോട്ടെ. യെസ് കമോൺ. എടാ നമ്മുടെ മറ്റേ സോങ് ആണ്. എടാ മൂടി പിടിച്ചോ. സാറേ പാടിക്കോട്ടെ. എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ വേണം കേട്ടോ. ആ പാട്. പൊന്നേ പൂവേ കർലേ. ഇതായിരുന്നു പൊളിക്കും ഞാൻ. പാടാ. പാടാം പാടാം പാടാം. പൊന്നേ പൂവേ കർലേ, എന്റെ കൽവിനുള്ളിലെ മോളെ. ആ പൊന്നേ പൂവേ കർലേ, എന്റെ കൽവിനുള്ളിലെ മോളെ. പുന്നാര പാലൊളി നൽകിയില്ലേ എന്റെ മമ്മൂക്ക, തേനൂറും പുഞ്ചിരി നൽകിയില്ലേ. തീർന്നില്ല. എന്റെ പൊന്നു പിള്ളേരെ, സംഗീതത്തെ ഇങ്ങനെ കൊല്ലരുതേ. അയ്യോ ദാരിദ്ര്യം. പാടാ. വളരെ ചെറിയ കഷ്ണം സോഡിയമാണ് ഈ എക്സ്പെരിമെന്റിന് യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? എന്നിട്ടിത് സൂക്ഷിച്ച് ഇതിങ്ങനെ പിടിച്ച് ഇതിലോട്ട് ഇതിങ്ങനെ ഇടും. കണ്ട, ഇനിയാണ് പരിപാടി തുടങ്ങാമോ. മൂവി കണ്ടോ? കെമിസ്ട്രി വർക്കൗട്ട് ആണ് കേട്ടോ. സ്പാർക്ക് തന്നെ ഉണ്ടോ? സ്പാർക്ക് എല്ലാരും കണ്ടോ? സ്പാർക്ക് കണ്ട. ദിസ് ഇസ് എ സിമ്പിൾ എക്സ്പെരിമെന്റ് ഓഫ് എക്സോതെർമിക് റിയാക്ഷൻ. മനസ്സിലായോ? ഇതെന്താ മാഷ പരിപാടി? സാറെന്തിങ്ങോട്ട് വന്നു? എനിക്ക് ഇന്ന് ലാസ്റ്റ് പീരീഡാ കളി. നോട്ടെ കാണിച്ചരാ, നോക്കിയോട്ടാ. ഇതിങ്ങനെ ഇതിലോട്ട് ഇടുക. കണ്ട നെൽച്ചക്കരം തിരിയുമ്പോൾ തിരിയുണ്ടല്ലോ. ഇതിങ്ങനെ ചെറിയ കഷ്ടിട്ട് പിശുക്കി കാണിക്കില്ലേ, സ്കൂളിൽ ലാഭം ഉണ്ടാക്കല്ലേ. ഞാൻ കാണിച്ചു ഇതൊന്നായിട്ട് ഇട്ടിട്ട് പൂത്തിരി കത്തി. ഇതാ കണ്ടോളി, ഇതാ നോക്കിയോളിയേ. ഓമ്പുണ്ടാക്കലാടാ ചെറ്റ സ്കൂൾ പഠിപ്പിക്കുന്നത്. ആയിരുന്നല്ലേ അത്? കളർ ഡ്രസ്സിൽ ഒടുക്കത്തെ ലുക്കാണല്ലോ. അല്ലെങ്കിലും ചില പെൺകുട്ടികൾ അങ്ങനെ യൂണിഫോം ഇട്ട് വരുന്നതിന് ലുക്കാനും കളറിൽ അല്ലേ? ഞാനൊന്ന് കളറാണല്ലോ. എന്നിട്ട് നീ ഇത് എന്നോട് പറഞ്ഞല്ലോ. പിന്നെ യൂണിഫോം ഇട്ടാലും കളറല്ലേ? അയ്യ റോഷ, നീ വെറും കോഴിയാവല്ലേ. എന്താടി ക്യാപ്പിലൊന്ന് പരിപാടി? ഏയ് ഒന്നുമില്ല. ഓ ഇപ്പൊ ഇവളാണല്ലേ? അപ്പൊ നീ ആ ഗാഥന വിട്ടോ? അച്ചുരുണ്ട മുടി. അവളെന്റെ ഫ്രണ്ടാ. അപ്പൊ അത് ഫ്രണ്ടാണല്ലേ? അപ്പൊ ഇവളാരാ സെറ്റപ്പാ? സെറ്റപ്പ് നിന്റെ അമ്മൂമ്മ. കുടിക്കണോടി. വലിയ ഷോർക്കല്ലേ? പൊന്നാര മോനെ, ഇവിടുത്തെ ഊച്ചാളി കണക്ക് മാഷ് പറയും പോലെ പ്രിൻസിപ്പാളിന്റെ അടുത്ത് പോയി കംപ്ലൈന്റ് ചെയ്യില്ല. താല അടിച്ച് ഞാൻ പൊളിച്ചാളും. ഓടാ. നീ എന്തിനാ അവന്റെ അമ്മൂമ്മക്കൊക്കെ വിളിക്കാൻ പോയേ? സാധാരണ ഞാൻ അമ്മയ്ക്കാ വിളിക്കാറ്. ഇത് അമ്മൂമ്മയ്ക്കായതേ അവന്റെ ഭാഗ്യം. Bum bum bole, bum bum.
എന്റെ അക്കുവെ എല്ലാം ഓക്കെ എന്നാ വേറെ തരാം. ഇന്നാ വിളിച്ചോ. Go. ഇങ്ങനെ ചെയ്യും ബാലു, ഇങ്ങനെ Come on, guys. എന്താ ഇവിടെ ഞങ്ങളുടെ ഡാൻസിന്റെ സ്റ്റെപ്പ് മോഷിക്കുമെന്ന് You better do what you can. You want to see no blood, don't be a macho man. You want to be അളിയാ പണിവാളി. എന്താടാ ആ സീനിയേഴ്സിന്റെ കിടു ഐറ്റമാണ്. ആണാ? എന്ത് കിടു ഐറ്റം? ജസ്റ്റിൻ ബീബറും ഡെസ്പോസിറ്റ് ഒക്കെയാണെന്ന്. പക്ഷെ നമ്മുടെ ഐറ്റം അതിന്റെ മുമ്പിൽ നിൽക്കൂലടാ. അന്നാ നമുക്കൊന്ന് മാറ്റി പിടിച്ചോ. ഇനി ലാസ്റ്റ് ടൈമിൽ എന്ത് മാറ്റി പിടിക്കാനാടാ? എടാ ഈ ജസ്റ്റിൻ ബീബറിനെയും ഡെസ്പാസിറ്റോനെയും ഒക്കെ കണ്ട വഴി ഓടിക്കുന്ന ഒരു ഐറ്റം ഉണ്ട്. അതേത് ഐറ്റം? നമ്മുടെ മണിച്ചേട്ടൻടാ. ആകാശ്, ഗാദ ജോൺ, പ്രിയ, രേഷ്മ. കഥ എത്രയാ മാർക്ക്? ഇത് നമ്മുടെ ക്ലാസ്സിലെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്റ്റുഡന്റിന്റെ പേപ്പറാണ്. മണവാള, സുവോളജിക്ക് ആകെ ഫെയിലായത് താൻ മാത്രമാണ്. ഇവിടെ ആർക്കും ഇല്ലാത്ത ഡൗട്ട് ചോദിക്കലായിരുന്നല്ലോ തനിക്ക്. ഇത്രയൊക്കെ ഡൗട്ട് ചോദിച്ചിട്ട് ഞാൻ പരാജയപ്പെട്ടെങ്കിൽ അത് മിസ്സിന്റെ കൂടെ പരാജയമായിട്ടൊന്ന് ഉൾക്കൊണ്ടൂടെ? നീ വലിയ ഡയലോഗ് നടിക്കണ്ട. ഈ പേപ്പറേ അത് പ്രിൻസിപ്പലിന്റെ കാണും. പാരന്റ് വന്ന് സൈൻ ചെയ്തിട്ട് എന്റെ ക്ലാസ്സിൽ കയറിയാൽ മതി, കേട്ടാ? എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്? എപ്പോ ക്ലാസ്സിൽ വന്നാലും ഫുൾ ടൈം സംസാരവും കമന്റടി. ക്ലാസ്സിലെ ഏറ്റവും വലിയ ഉഴപ്പനാണ് ഇവൻ. ഒരു പേരന്റ് എന്നുള്ള നിലയ്ക്ക് ഇതേപ്പറ്റി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അവൻ എപ്പോഴും ക്ലാസ്സിൽ കയറാറുണ്ടല്ലേ? ഗുഡ് ബോയ്. നിങ്ങൾ എന്ത് പേരന്റാ? ഇവനെ പറ്റി കംപ്ലൈന്റ് പറയാനേ ഇവിടെയുള്ള അധ്യാപകർക്ക് മുഴുവൻ നേരമുള്ളൂ, അല്ല സാറ്? യെസ്, വെരി ബാഡ്. വളരെ മോശം. ഇവനൊക്കെ +2 വരെ എങ്ങനെ എത്തി എന്നുള്ളതാണ് എന്റെ ഡൗട്ട്. അത് തന്നെയാണ് എന്റെ ഡൗട്ട്. അതുകൊണ്ട് വരുന്ന ഫാമിലി കുടുംബ സംഗമത്തിനെ ഇവന് ഞങ്ങളൊന്ന് ആദരിക്കാൻ പോണേന്ന്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും വരണം. ഇവനൊരു കൊച്ചു ട്രോഫി കൊടുക്കാൻ സാറിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നെയോ? ഞാനോ? അത് ഇവന് കൊടുക്കാൻ? അതിന് എന്ത് യോഗ്യത അവനുള്ളത്? യോഗ്യത? സാറേ, എന്റെ അപ്പൻ സ്കൂളിലെ പടി പോലും കണ്ടിട്ടില്ല. എന്റെ അപ്പന്റെ അപ്പൻ സ്കൂളിൽ കേട്ടിട്ട് പോലുമില്ല. പിന്നെ ആ കൂട്ടത്തില് അല്പ വിദ്യാഭ്യാസമുള്ളത് എനിക്കാണ്. എത്ര പേര് പഠിച്ചു? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മിടുക്കനാണ് അവൻ, മിടുമിടുക്കൻ, ആഠാറ് മിടുക്കൻ അല്ലടാ. അപ്പൊ പിന്നെ ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല. തന്നെയാണ് ഞാനും പറഞ്ഞത്. വിദ്യാഭ്യാസത്തിന്റെ വിലയേറിയാത്ത രക്ഷിതാക്കളുണ്ടെങ്കിൽ മക്കൾ ഇങ്ങനെ തന്നെയായിരിക്കും. വിദ്യാഭ്യാസത്തിന്റെ വില നമുക്ക് ഉണ്ടാക്കാൻ നിൽക്കണ്ട. ആദ്യം വേണ്ടത് പ്രായോഗിക വിദ്യാഭ്യാസമാണ്. അത് ഞങ്ങൾക്ക് വേണ്ടോളം ഉണ്ട്, ഇവനും ഉണ്ട്. നിങ്ങളുടെ പ്രായോഗിക വിദ്യാഭ്യാസം കടലിൽ പോണതല്ലേ? ഇവന്റെ അപാര ബുദ്ധി വെച്ച് ഇവനും പറ്റിയ പണി അതാണ്. ഇവനെ ഇതിലും നല്ലത് മീൻ കച്ചവടത്തിന് വിടുന്നതാണ് മിസ്റ്റർ ഡേവിഡ്. ഒരുപാട് അങ്ങോട്ട് പൂച്ചിക്കല്ലേ സാറേ. കേരളം മൊത്തം വെള്ളത്തിൽ മുങ്ങിയപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ചു നിന്ന ആയിരക്കണക്കിന് ജനങ്ങളെ രക്ഷിച്ചത് നല്ല കരളുറപ്പുള്ള കടലിന്റെ മക്കളായ ഞങ്ങളാ. അല്ലാതെ ജെട്ടി പുറത്തിട്ടിറക്കണ സൂപ്പർമാൻ അല്ല, ഫിഷർമാൻ. ഓക്കെ സാറി. ഇതാണ് നിന്റെ ബയോളജി ടീച്ചർ. എങ്ങനെ മനസ്സിലായി? അനോട്ടമി കണ്ടാലറിഞ്ഞൂടെ ബയോളജി ടീച്ചറാണെന്ന്? പപ്പേണ്. ഓ നമസ്കാരം. മോന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് മിസ്സിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ അവന് കുറച്ച് ഡൗട്ട് ചോദിക്കല് കൂടുതലാണ്.
വെരി ഗുഡ്. ഏത് അർദ്ധരാത്രിയും ഡൗട്ട് ചോദിക്കുന്നത് ഒരു നല്ല വിദ്യാർത്ഥിയുടെ ലക്ഷണമാണ് അല്ലേ മിസ്സേ? പക്ഷെ രാത്രി മാത്രം ഡൗട്ട് ഉണ്ടാകുന്ന അത്ര നല്ല ശീലമൊന്നല്ല കേട്ടോ. ഡാഡിയുടെ മാനം കളിയോടാണ്. ഡോണ്ട് ഡു. The sky had been overcast with clouds. The day was still cool and wearisome. As usual, on grey, dull days when the clouds hang low over the fields and it looks like rain, which never comes. Evenish. Evenish took a deep breath and lighted his pipe before beginning his story. But just okay, see you for the next class. Thank you. പ്രിയ ഓക്കെ, അപ്പോൾ നാളെ കാണാം. പോണോ? വേണ്ട. റോഷ, ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? നീ സീരിയസ് ആയിട്ട് തന്നെയല്ലേ? പറ്റിക്കോ? പോടോ, ഞാൻ നല്ല കട്ട സീരിയസാ. എന്നാ പോ. പോവാം. കണ്ണടയ്ക്ക്. എന്തിനാ കണ്ണടക്കണം? കണ്ണു ഓർക്കാൻ പറഞ്ഞു. ഞാൻ 2 കണ്ണിലും കിസ് ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു. അയ്യോ, എന്നാ ഒന്നും നടക്കാം. ഇനി വേണ്ട, ആ ഫ്ലോ അങ്ങ് പോയി. ഞാൻ പോവാ. റോഷ, I love you, love you, love you, love you.